എലി അത്ര മോശപ്പെട്ട സാധനമൊന്നുമല്ലല്ലോ. ഒരു വീട്ടിലൊരു എലി ഉണ്ടെങ്കിൽ ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും. ആരുടെ വീട്ടിലെ എലിയാണ് അൻവർ? ആ എലിയെ പേടിച്ചില്ലം ചുടേണ്ട ഗതികേട് ആരെയാണ് കാത്തിരിക്കുന്നത്? എലിയും പുലിയും ഒക്കെയായുള്ള തരം മാറൽ ആർക്കു വേണ്ടിയാണ്? ഒരു സഖാവെന്ന നിലയ്ക്ക് എനിക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തിട്ടുണ്ട്. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തുടങ്ങുമ്പോൾ വിപ്ലവം ഉണ്ടാവരെങ്ങനെയാ? ഒരു ലോബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും. മുഖ്യമന്ത്രിയോട് പരാതി പറഞ്ഞതോടെ എല്ലാ ഉത്തരവാദിത്വവും അവസാനിച്ചു എന്ന് ഇന്നലെ പറഞ്ഞ അൻവറിന് മുഖ്യമന്ത്രിയല്ല പാർട്ടിയാണ് വലുതെന്ന് ഉറക്കെ പറയാൻ ഒന്നാമൂഴത്തിലോ രണ്ടാമൂഴത്തിലോ ആരും ഇന്നോളം മുതിർന്നിട്ടില്ലാത്തൊരു പ്രപഞ്ച സത്യം തികഞ്ഞ സാധാരണത്വത്തോടെ വിളിച്ചു പറയാൻ കഴിയുന്നത് ആരുടെയും പിന്തുണയില്ലാതെയാണോ? മുഖ്യമന്ത്രി അങ്ങനെ മുഖ്യമന്ത്രി അദ്ദേഹം വീട്ടിൽ നിന്ന് വന്നായതല്ലോ, ഈ പാർട്ടിയല്ലേ ആക്കിയത്. അപ്പോൾ ആരോടാ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക? എനിക്ക് മുഖ്യമന്ത്രിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട്, പാർട്ടിയോടും കമ്മിറ്റ്മെന്റ് ഉണ്ട്. മുഖ്യമന്ത്രി വീട്ടിൽ നിന്നായതല്ലോ പാർട്ടിയല്ലേ ആക്കിയത് എന്ന് എമ്മാതിരി കൊതിയാകുന്നുണ്ടാകും പാർട്ടി സെക്രട്ടറിക്ക്. പോട്ടെ, മുഖ്യമന്ത്രിയോട് ഇന്നലെ അൻവർ പറഞ്ഞ പരാതി അദ്ദേഹത്തെ വിശ്വാസത്തിലെടുക്കുകയാണ് എങ്കിൽ MR അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയുമാണ്. അതുകൊണ്ട് ഹെഡ്മാസ്റ്ററും മണിയടിക്കാരനും എന്ന ഉപമ അജിത് കുമാറിന് എന്നതുപോലെ തന്നെ ഇണങ്ങും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്. ഹെഡ്മാസ്റ്ററെ കുറിച്ചൊരു പരാതി വന്നു, വളരെ സീരിയസ് ആയ പരാതി ഹെഡ്മാസ്റ്ററെ കുറിച്ച്. അതാരാ അന്വേഷിക്കുക? ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനുമാണോ അന്വേഷിക്കുക? ആ ഹെഡ്മാസ്റ്റർ അടുത്തേക്ക് തന്നെയാണ് എന്തെങ്കിലും കാര്യമായി പോവേണ്ടത്. അപ്പം അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുമോ? അജിത് കുമാറിനെ മാറ്റി നിർത്തുന്നില്ല എന്ന തിരിച്ചറിവ് അൻവറിന് അപായ സൂചനയാണ്. അതാണ് തീരുമാനമെങ്കിൽ അവസാന വിജയം തനിക്കാകില്ലെന്ന തിരിച്ചറിവും അൻവറിനുണ്ട്. ഉണ്ണി എന്ന് പറയുന്ന തട്ടാൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ സ്വർണ്ണപ്പണിക്കാരന് ഗോൾഡ് സ്മിത്ത്, അവൻ സാധനങ്ങൾ എടുത്തു മാറ്റി. അവനെ പിടിച്ചാൽ അറിയും ഇതിന്റെ ഒന്നാം ഘട്ടം. അവിടെ തെളിവ് നശിപ്പിക്കുക. സ്വർണം കൊടുന്ന പലരുടെയും വീടുകളിൽ ഡാൻസ് ഓഫിന്റെ ആളുകൾ സ്വകാര്യമായി ബന്ധപ്പെടുന്നുണ്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട്. പണി വരുന്നുണ്ട് എന്ന തിരിച്ചറിവാണ് ആ വിളിച്ചു പറയലിനു പിന്നിൽ. അതും അതിജീവിക്കാൻ പാർട്ടിയുടെ പിന്തുണ ഉറപ്പിച്ചിട്ടുണ്ടോ അൻവർ ഇതിനകം? ആഭ്യന്തര ആയുധമോ? ആരുടെ വീട്ടിലെ എലി? ഒരുങ്ങുന്നത് എലിക്കൂടോ പുലിക്കെണിയോ? അൻവറിന് പിന്നിൽ ആരൊക്കെ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം എന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോസഫ് സി മാത്യു, BJPയിൽ നിന്ന് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, മുസ്ലിം ലീഗിൽ നിന്ന് ശ്രീ ഷാഫി ചാലിയം. ശ്രീ റെജി ലൂക്കോസ്, നമ്മുടെയൊക്കെ ഒരു അറിവിൽ PV അൻവർ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന MLA ആണ്. അദ്ദേഹം ആരുടെ വീട്ടിലെ എലിയാണ്? അപ്പോൾ അതും അദ്ദേഹം ആരുടെയും വീട്ടിലെ എലിയൊന്നുമില്ല. അദ്ദേഹം ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എലി എവിടെയുണ്ടെങ്കിൽ ആ എലിയെ സംബന്ധിച്ചുള്ള നമുക്കറിയാമല്ലോ, പെരിച്ചാഴി അതൊരു പൊതുവെ ഒരു ശല്യം ചെയ്യുന്ന വസ്തുവാണ്. അവിടെ അൻവറിനെ നമ്മൾ ആ രീതിയിലൊന്നും വ്യാഖ്യാനിക്കുന്നില്ല. അവിടെ എലി എന്നുള്ള വ്യാഖ്യാനത്തിനൊന്നും കാര്യമില്ല. അദ്ദേഹം ഉയർത്തിയ ചില വിഷയങ്ങൾ കേരളത്തിലെ പൊതുമണ്ഡലത്തിലുണ്ട്. കഴിഞ്ഞ 3 ദിവസമായിട്ട് അദ്ദേഹം സധൈര്യം കുറേ വസ്തുതകൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം അതിനെ പാർട്ടിയുടെ സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട LDFിൻ്റെ കൺവീനറോ തള്ളി പറഞ്ഞിട്ടില്ല. അത് ആ ഗൗരവപൂർവ്വം അന്വേഷിക്കുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഒരു അല്പം നിരാശ തോന്നിക്കാണും. കാരണം അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു നടപടി പെട്ടെന്ന് വരാത്തതിൻ്റെ പേരില്ല. പക്ഷേ ആ നടപടി അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല. ഗവൺമെൻറ്റിനെയും നിയമങ്ങളും അറിയാവുന്ന ആർക്കും അറിയാം. പോലീസ് മാനുവൽ തന്നെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അല്ലെ ഏത് ഉദ്യോഗസ്ഥനെതിരെയും ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥനെതിരെയും ഒരു നടപടി കർശനമായിട്ട് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു അന്വേഷണം നടത്തണം. അതിൽ തെറ്റുകാരനാണെന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യം വന്നാൽ അദ്ദേഹത്തിന് സസ്പെൻഷനിലേക്ക് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ മാറ്റി നിർത്തുകയോ ചെയ്യുക. അത് മാത്രമേ ഇവിടെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. അതിന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹം ഒരു ആർജവമുള്ള ജനപിന്തുണയുള്ള ഒരു ഇടതുപക്ഷ സഹയാത്രികനായ ഒരു MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അമർഷം, അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വികാരങ്ങൾ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു. അത് സ്വാഭാവികമായിട്ടും പെരിച്ചാഴി എന്താണ് എന്ന് അറിയാത്തത് കൊണ്ടല്ല അൻവർ ആരുടെ വീട്ടിലെ എലിയാണ് എന്ന് നമ്മൾ ചോദിക്കുന്നത്. അദ്ദേഹമാണ് പറഞ്ഞത് എലി എത്ര മോശക്കാരനല്ലോ, പുലിയായി വന്നിട്ട് എലിയായി പോയല്ലോ എന്ന പരിഹാസത്തെ അദ്ദേഹം നേരിടുന്ന അങ്ങനെയാണ്. എലി എത്ര മോശക്കാരനല്ലോ, ഒരു വീട്ടിലൊരു എലി ഉണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെ നാശനഷ്ടം ഉണ്ടാകുന്ന, കൊരവള്ളിക്ക് കടിച്ചു പിടിക്കുകയാണെന്ന് നാട്ടിൽ നടക്കുന്ന സംസാരം അദ്ദേഹം കേട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു ഇടതുപക്ഷ സഹയാത്രികൻ മുഖ്യമന്ത്രി കണ്ട ശേഷം അദ്ദേഹം പറഞ്ഞത് സഖാവ് എന്ന നിലയ്ക്കാണ് കണ്ടത് എന്നുള്ളതാണ്. സഖാക്കന്മാർ തമ്മിൽ കോംപ്രമൈസ് ആയാൽ മതിയോ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പാർട്ടി വേദിയിലോ ഇടതുവേദികളിലോ ആഭ്യന്തര ചർച്ചകളിലോ ഉന്നയിക്കാൻ കഴിയുമായിരുന്നിട്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയണമെങ്കിൽ, PV അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയണമെങ്കിൽ അത് ചെറിയൊരു കരളിച്ചയല്ല എന്ന് കാണുന്നവർക്കറിയാം.
അല്ല മാധു, എലിയെ എന്നുള്ള ഒരു വാക്ക് അത് ഉപയോഗിക്കാൻ കാരണം മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇന്നലെ നിങ്ങൾ പുലിയെ പോലെ ആയിരുന്നു, ഇന്ന് നിങ്ങൾ എലിയെ പോലെ ആണോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് എലി അത്ര നിസ്സാരമായ ഒരു ജീവി അല്ല, എലിക്ക് പലതും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. അതിനോട് തർക്കമല്ല കാര്യത്തിൽ. അതാണ് PV അൻവർ എന്ന് പറയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചുള്ളപ്പോൾ എനിക്കൊക്കെ അത് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ആർജവത്തോടുകൂടി കാര്യങ്ങൾ തുറന്നു പറയുന്ന ആരുണ്ട്, പഠിപ്പിക്കുന്ന പാർട്ടിയാണ് CPM. ഇരുണ്ട ഒരു റൂമിനകത്തിരുന്നുകൊണ്ട് മാത്രം ചർച്ച ചെയ്ത് പുറത്തറിയിക്കാതെ കണ്ട് നിഗൂഢമായ ചർച്ചകളോ ആശയവിനിമയങ്ങളോ അല്ല CPM പഠിപ്പിക്കുന്നത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞാനൊരു പാർട്ടി പ്രവർത്തനം തന്നെയാണ്. എനിക്ക് ചിരി വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ അടച്ചിട്ട മുറികളിൽ മുഖ്യമന്ത്രിയുടെ അടച്ചിട്ട ഓഫീസിനുള്ളിൽ നടക്കുന്നതൊക്കെ മാധ്യമപ്രവർത്തകർ എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് നിരന്തരം ചോദിക്കുന്ന ആളുകളാണ് ഇപ്പോൾ പറയുന്നത് ഇരുണ്ട മുറികളിലെ ചർച്ചയല്ല, അത് പുറത്തറിയാതിരിക്കുന്നതല്ല പാർട്ടി രീതി എന്ന്. അല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി മാധു പോയാലും റെജി ലൂക്കോസ് പോയാലും ആര് പോയാലും അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിനോട് പേഴ്സണലായിട്ട് സംസാരിക്കാം. അവിടെ ആരും പ്രത്യേകിച്ചൊന്നും പരീക്ഷിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു രഹസ്യത്തിൻ്റെ കലവറയല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഒരു ഗവൺമെൻറ് മാത്രം ആ സൈഡിൽ നിൽക്കും. മാധുവൊക്കെ അവിടെ പോയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ റൂമിനകത്ത് അടച്ചിട്ട് രഹസ്യബാന്ധമോ രഹസ്യമായ യാതൊരു കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല. അത് കാരണം ഞാൻ 1-2 പ്രാവശ്യം കയറി അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ള അത് ആർക്കും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊന്നും വേണ്ട. തന്നെയുമല്ല അൻവർ കാണിച്ച ആർജവം എന്ന് പറയുന്നത് അൻവർ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം പുറത്തു വന്നു നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് എന്താ? അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് റെസ്പോൺസ് ചെയ്തിരിക്കുന്നത്. ആ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് അന്വേഷിച്ചിട്ട് നടപടി സ്വീകരിക്കേണ്ട ആണെന്നുണ്ട്, നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു ഭരണ സംവിധാനത്തിലെ ഭരണതലവൻ അങ്ങനെ പറയാൻ പറ്റൂ, അല്ലാതെ ഒരു വാക്ക് പറയാൻ പറ്റത്തില്ല. അത് തന്നെയാണ് ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് തന്നെയാണ്. അതേ ഇന്നലെ രാവിലെ 8:10 തന്നെ കണ്ണൂർ പറഞ്ഞില്ല മാധ്യമപ്രവർത്തകരോട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷവും പാർട്ടി സെക്രട്ടറിയെ കണ്ടതിന് ശേഷവും അൻവർ പറഞ്ഞതിൽ ചില വ്യത്യാസങ്ങളുണ്ട് എന്നിടത്ത് എന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എങ്ങനെ വരാം. ശ്രീ ജോസഫ് സി മാത്യു, ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം PV അൻവർ പറഞ്ഞത് എന്റെ ഉത്തരവാദിത്തം എന്താ ഇവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രിയോടുള്ള പൂർണ്ണമായ വിശ്വാസ പ്രഖ്യാപനമാണ്. എല്ലാം അദ്ദേഹത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇനിയുള്ള തീരുമാനങ്ങളെല്ലാം അവിടെ കൃത്യമായി ന്യായയുക്തമായി നീതിയിൽ നടപ്പിലാകും എന്ന് വിശ്വസിച്ച അൻവർ എല്ലാം അവസാനിപ്പിച്ചു, കീഴടങ്ങി എന്ന് മാധ്യമങ്ങളൊക്കെ പറയുമ്പോഴും അദ്ദേഹം ഇന്ന് കീഴടങ്ങി എന്നുള്ളത് മാധ്യമങ്ങൾ പറയുന്നതാണ്, PV അൻവർ പറയുന്നതല്ല. പക്ഷേ എല്ലാം അവസാനിപ്പിച്ചു, തന്റെ ഉത്തരവാദിത്വം അവസാനിച്ചു എന്ന് PV അൻവർ തന്നെ പറഞ്ഞതാണ്. ഇന്നിപ്പോൾ പക്ഷേ ഗോവിന്ദ മാഷെ കണ്ടിട്ടിറങ്ങിയപ്പോൾ ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇതൊരു വലിയ വിപ്ലവമായി തുടരുമെന്ന് അദ്ദേഹം പറയുന്നു. മുഖ്യമന്ത്രിയിൽ ഉണ്ടായിരുന്ന വിശ്വാസ പ്രഖ്യാപനത്തെ അദ്ദേഹം റദ്ദു ചെയ്യുന്നു. അതായത് ഈ അന്വേഷണം ഇനിയും നന്നായി നടന്നില്ല എങ്കിൽ താൻ ഇടപെടും എന്ന് അദ്ദേഹം പറയുന്നു. അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹത്തിന് അത്രമേൽ വിശ്വാസമുള്ള മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്ത പരാതി അട്ടിമറിക്കപ്പെടുമെന്ന് അൻവർ തന്നെ പറയാതെ പറയുന്നു. മാധു, ഞാൻ അതിനെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. അൻവർ പറയുന്ന ഓരോ വാചകത്തെയും എടുത്തിട്ട് നമ്മളങ്ങനെ അപഗ്രഥിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറയുന്നത് പലതും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളായിരിക്കാം. അദ്ദേഹം പലപ്പോഴും സംസാരിക്കാറുള്ളത് അങ്ങനെയാണ്. ഇപ്പം നമുക്ക് ഒരു ക്രൂസൈഡറെ പോലെ ഇറങ്ങുന്നവർക്ക് അതിന് വേണ്ടുന്ന ചില യോഗ്യതകളുണ്ട്. അത് ശ്രീ അൻവറിൻ്റെ കേസിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം തന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ദൃഷ്ടിയിൽ ഞാൻ ഇന്നതൊക്കെ ആണല്ലോ, എന്നാൽ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളെ വിശ്വസിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു മുഖ്യമന്ത്രി ഒരു പൂർണ്ണമായിട്ടൊരു ഗോ ഹെഡ് കൊടുത്താൽ ഇതുപോലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അൻവറിനെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ നീക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയോ ഒക്കെ സെക്കൻഡറിയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടാമത് വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ അദ്ദേഹം ഇതുപോലെ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നുമില്ലാത്ത പാർട്ടിയുടെ ഒരു പോരാളിയെ പോലെ പല കാര്യങ്ങളിലും അനാവശ്യമായി പോലും ഇറങ്ങി വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന, മുഖ്യമന്ത്രിയുമായി വളരെ വ്യക്തിപരമായി അടുപ്പമുണ്ടായിരുന്ന ഒരാൾ ഇങ്ങനെ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. നമ്മൾ പറഞ്ഞ പോലെ പ്രേരണയൊക്കെ പലയിടത്തു നിന്നുണ്ടാവാം. അതിന് നമുക്ക് നമ്മുടെ ഊഹവും അതിൻ്റെ തിയറിയൊക്കെ നമുക്ക് കൊണ്ടുവരാം. പക്ഷേ എന്തായാലും അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യം എന്താണ്? അദ്ദേഹം അതിൻ്റെ ഇത് വിളിച്ച് പറയുന്ന പ്രക്രിയയിൽ എന്തിനാണ് മുഖ്യമന്ത്രിയോടോ പാർട്ടിയോടോ പറയുന്നതിന് മുമ്പ് പരസ്യമായി പറഞ്ഞതെന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ മധ്യേ എനിക്ക് പല കോളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പാർട്ടിയുടെയും ഒക്കെ വന്നു. ഞാൻ ഈ കോളുകളൊന്നും എടുത്തില്ല. എന്തുകൊണ്ടെടുത്തില്ല? എന്താണ് അദ്ദേഹം പറയുന്നത്? എന്തിനാണ് ഇവർ വിളിച്ചത്? ഇദ്ദേഹത്തെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, ഇത് പുറത്ത് വിളിച്ച് പറയുകയും ജനം അറിയുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ എന്തൊക്കെ പറയാൻ പോകുന്നു എന്നുള്ളതും ഇവർക്കറിയാം എന്നാണല്ലോ ഈ പറയുന്നതിൻ്റെ അർത്ഥം.
അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇന്നലെ വന്ന് മുഖ്യമന്ത്രിയെ കാണുകയും ആ സമയത്ത് അദ്ദേഹം നിരാശപ്പെട്ട് മടങ്ങേണ്ടി വരികയും ഇന്നിപ്പോൾ അദ്ദേഹത്തോട് അതിനുശേഷം അദ്ദേഹം ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ടാവും. ഇപ്പം തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിന് വേറെ ചില തെളിവുകൾ ഇന്ന് കിട്ടി. അദ്ദേഹം പറയുന്ന പോലെ അദ്ദേഹം കൊടുത്തതും അദ്ദേഹം പറഞ്ഞതും ഒന്നും യഥാർത്ഥത്തിൽ തെളിവുകളല്ല, തെളിവുകളിലേക്കുള്ള ചില സൂചനകളാവാം എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. ഒരു പൗരനെന്നുള്ള രീതിയിൽ അത്രയൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇദ്ദേഹം ആ പൗരനെന്നുള്ള രീതിക്ക് അപ്പുറത്ത് പോയും ചില കാര്യങ്ങൾ ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മളിത് ആര് പറയിപ്പിച്ചു, പാർട്ടിക്കകത്തെ താല്പര്യം, സമ്മേളനങ്ങൾ വരുന്നു, തീർച്ചയായിട്ടും അതൊക്കെ പ്രസക്തമാണ്, അത് നടക്കട്ടെ. പക്ഷേ അതിലും പ്രസക്തമായ കുറേ കാര്യങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് സ്വർണ്ണക്കടത്തിൻ്റെ വിഷയങ്ങൾ പുറത്തു വരുന്നത് തടയാൻ വീണ്ടും ശ്രമിച്ചു എന്ന് അൻവർ പറയാണ്. ഇതിലെ ഏറ്റവും ഗുരുതരമായ ആരോപണം സ്വർണ്ണക്കടത്ത് തന്നെയാണ്. നിങ്ങൾ വടക്കൻ കേരളത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അവിടെ നടന്ന ഇതുപോലത്തെ പല മരണങ്ങളുടെയും പിന്നിൽ അതിൽ അജിത് കുമാർ ഉണ്ടോ, ശശി ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. പക്ഷേ ഈ മരണങ്ങളുടെ പിന്നിൽ സ്വർണ്ണ കടത്ത് ലോബികളാണ് എന്നുള്ള കാര്യത്തിൽ അവിടെ ആർക്കും സംശയമില്ല. ഇപ്പം തന്നെ അവിടെ റിദാനോ, അവിടെ മരണപ്പെട്ട ഒരാളുടെ കാര്യത്തിൽ ഷാൻ എന്നുള്ള ആൾ പ്രതിയായി നിൽക്കുന്നിടത്ത് ആ കുടുംബം പറയുന്നത് ഷാൻ അതിൽ തീർച്ചയായിട്ടും പ്രതിയാണ്, പക്ഷേ ഷാൻ്റെ പുറകിലൊരു സ്വർണ്ണക്കടത്ത് ലോബി ഉണ്ടെന്നാണ്. അൻവർ പറയുന്നത് ഷാനെയും ഇതിൽ കുടുക്കിയതാണ്, ഷാൻ നിരപരാധിയാണെന്നാണ് അൻവർ പറയുന്നത്. അപ്പോൾ കുടുംബം പറയുന്നു, അദ്ദേഹം പറയുന്നു ഒന്നല്ല. പക്ഷേ എന്തും ആയിക്കോട്ടെ, അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ. പക്ഷേ ഇത്തരം മരണങ്ങൾ ഒരുപാട് അവിടെ നടക്കുന്നു. ഇവർ നാട്ടിൽ പണിയൊന്നും ഇല്ലാതെ നടക്കുന്ന ചെറുപ്പക്കാർ ഇതുപോലെ ഓരോ മോഹവലയങ്ങളിൽ പെട്ട് വലിയ പൈസ പെട്ടെന്നുണ്ടാക്കുകയും പിന്നീട് അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ചിലരെ കാണാതെയാവുന്നു. ഇതൊരു വസ്തുതയാണ്. ഈ വസ്തുത എങ്ങനെ ഉണ്ടാകുന്നു? ഇതിൻ്റെ മുകളിൽ ഇത് പുറത്തു വരുന്നതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എന്താണ് ഇത്ര വലിയ വേവലാതി? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും അവിടെ അദ്ദേഹം ഹാൻഡ് പിക്ക് ചെയ്തിരുത്തുന്നവരും ആവർത്തിച്ച് ഇത്തരം ആരോപണങ്ങളിൽ പെടുന്നത്? ഈ ആരോപണം രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്നതല്ലല്ലോ. ഒരെണ്ണം ഡിപ്ലോമാറ്റിക് ബാഗേജ് പിടിക്കപ്പെട്ടപ്പോൾ പുറത്തു വന്നു. മറ്റൊന്ന് ഭരണകക്ഷിയിലെ വളരെ വിശ്വസ്തനായിട്ടുള്ള, ഇപ്പോഴും വിശ്വസ്തൻ എന്ന് പറയുന്ന ഒരു MLA വിളിച്ചു പറയുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ ശശിയാണോ അജിത് കുമാറാണോ എന്നൊന്നും ചോദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം ഇപ്പോൾ ഇന്ന് അൻവർ തന്നെ പറഞ്ഞത് മുഖ്യമന്ത്രിയെ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? മുഖ്യമന്ത്രി വിശ്വസിച്ച് ചിലരെ ഏൽപ്പിച്ചു, വിശ്വസിച്ച് ഏൽപ്പിച്ചവർ ചതിച്ചാൽ ഏൽപ്പിച്ചവരെ എങ്ങനെ കുറ്റപ്പെടുത്തും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാനത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നു, അടിവരയിടുന്നു. എൻ്റെ ചോദ്യം, കേരളത്തിലെ ക്രമസമാധാന പാലനം കേരളത്തിലെ ജനങ്ങൾ ആരെയാണ് ഏൽപ്പിച്ചത്? വിശ്വസിച്ചേൽപ്പിച്ചവർ ചതിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഭരണകക്ഷി MLAക്ക് പോലും മുഖ്യമന്ത്രിയെ കാണാൻ വരുന്നതിൻ്റെ തലേദിവസം തോക്ക് വേണം എന്ന് പറയുന്നത്, പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ട് പോലും. കാരണം അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ, അറിയാതെ കണ്ടുപോയാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാകുന്ന അവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ പോലും. അപ്പോൾ പിന്നെ സാധാരണക്കാരായ മനുഷ്യരുടെ കാര്യം എന്ത് പറയാൻ? അങ്ങനെയുള്ള ഒരവസ്ഥ ഈ കേരളത്തിലെ ക്രമസമാധാന പാലനത്തിൽ വന്നിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നു. പ്രഥമ ദൃഷ്ടിയ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പി ഉണ്ണിയാണേലും അദ്ദേഹം ഏൽപ്പിച്ചല്ലോ. അദ്ദേഹം ഇത് തള്ളിക്കളഞ്ഞില്ലല്ലോ. പാർട്ടി വിരുദ്ധ മനോഭാവത്തിലേക്ക് സഖാവ് തരം താണുകൊണ്ടാണെന്ന് VS-നെ കുറിച്ച് പറഞ്ഞതുപോലെ പറഞ്ഞില്ലല്ലോ. ആലപ്പുഴ സമ്മേളനത്തിൻ്റെ തലേ ദിവസം പറഞ്ഞതാണ്. അപ്പോൾ അതുപോലെ പറഞ്ഞില്ലല്ലോ. പാർട്ടി സെക്രട്ടറിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അപ്പോൾ ഈ പ്രഥമ ദൃഷ്ടിയ ഇത് പ്രശ്നമാണ് എന്നും ഇതിങ്ങനെ അന്വേഷിക്കാതെ പോകാൻ പറ്റില്ല എന്നും മനസ്സിലാക്കുകയും എന്നിട്ട് ഒരു അന്വേഷണ പ്രഹസനത്തിന് ഉത്തരവിടുകയും ചെയ്തു എന്നുള്ളതാണ് അൻവർ ഇന്നും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഏൽപ്പിച്ചത് പി ഉണ്ണയാണെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. ഞാൻ ആ ഉദ്യോഗസ്ഥരെ ഒന്നും അങ്ങനെ എഴുതി കാണിക്കില്ല. തീർച്ചയായിട്ടും അവരുടെ മേലുദ്യോഗസ്ഥരെ സല്യൂട്ട് ചെയ്തിട്ട് അന്വേഷിക്കാൻ, പ്രതിയെ സല്യൂട്ട് ചെയ്തിട്ട് അന്വേഷിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ വരാം അങ്ങിലേക്ക്. അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ഗുരുതരമായ ഒരു ആരോപണം എന്ന് പറയുന്നത് MR അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയെ കണ്ടു, RSSന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു, തൃശൂർ പൂരം അടക്കമുള്ള ഇടങ്ങളിലുണ്ടായ വീഴ്ചയൊക്കെ RSSന് വേണ്ടിയിട്ടാണ്, ADGPയെ സർക്കാർ സംരക്ഷിക്കുന്നത് RSSന് വേണ്ടിയാണ് തുടങ്ങിയ വിമർശനങ്ങളാണ് പ്രതിപക്ഷം ഇന്ന് ഉന്നയിക്കുന്നത്. BJPക്ക് ഇനിയിപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ തള്ളി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഒരു വശത്ത് നിൽക്കുന്നു.
ഇത്രയും വലിയ ആരോപണം ഭരണപക്ഷത്തുള്ള ഒരു MLA ഭാഗത്തു നിന്നുണ്ടായിട്ട് വലിയ പ്രതിഷേധങ്ങളില്ലാതെ വലിയ ആഞ്ഞടിക്കലുകളില്ലാതെ BJP നിൽക്കുന്നത് ഈ കളിയിൽ പേരെടുത്തു പറയാത്തൊരു ലാഭമുള്ളത് കൊണ്ടാണോ? എനിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ സംഭാഷണത്തെ പരമപുച്ഛത്തോടെയാണ് ഞാൻ കാണുന്നത്. കാരണം ഈ എല്ലാ നേതാക്കന്മാരെക്കാട്ടിലും എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ കഴിഞ്ഞാൽ ADGPക്ക് ഏറ്റവും സ്വന്തമായിട്ടുള്ള ആൾ VD സതീശനാണ്. VD സതീശൻ്റെയും വേണുഗോപാലിൻ്റെയും കേസുകൾ, അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിൻ്റെയൊക്കെ കേസുകൾ ADGP ആയിരുന്നല്ലോ നോക്കിയത്. അതിലൊരു കാര്യം അൻവർ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ VD സതീശനും ADGPയും തമ്മിൽ നല്ല ബന്ധമല്ലേ? VD സതീശനുമായി ബന്ധപ്പെട്ട കേസ് ADGP അല്ലേ നോക്കിയത്? അപ്പോൾ അപ്പോഴും ഈ ബന്ധം ഈ രീതിയിലായിരുന്നോ, ഇവർ പറയുന്ന രീതിയിലായിട്ടുള്ളതാ? അതുകൊണ്ടാണോ ആ കേസ് ആ രീതിയിലായത്? ADGPക്ക് ആർക്കൊക്കെ ബന്ധമുണ്ട്, ആരോടൊക്കെ ബന്ധമുണ്ട് എന്നൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു വിഷയമല്ല. തൃശ്ശൂർ പൂരത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തു, ഞങ്ങൾ ജയിച്ചു. അതിൽ BJP ജയിച്ചപ്പോൾ തലേ ദിവസം വരെ BJP തോൽക്കുമെന്ന് പറഞ്ഞ മാധ്യമങ്ങളുണ്ടായിരുന്നു. വോട്ടെണ്ണുന്നത് വരെ മുരളീധരൻ ജയിക്കുമെന്ന് പ്രഖ്യാപിച്ച നേതാക്കന്മാരുണ്ടായിരുന്നു, VD സതീശനടക്കം. വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉറപ്പായും ജയിക്കും എന്ന് പ്രഖ്യാപിച്ച സുനിൽകുമാർ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ BJP അവിടെ ജയിച്ചതിൻ്റെ പേരിൽ ഒരു സ്ഥലകാല വിഭ്രാന്തി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർ പിച്ചും പേയും പറയുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ, ഒരു സിമ്പിൾ ചോദ്യം. പൂരത്തിൻ്റെ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഈ രീതിയിലൊരു കാര്യങ്ങളുണ്ടായാൽ ഇവരൊരു പരാതി കൊടുക്കണ്ടേ? ഇവരിതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തണ്ടേ? ഞങ്ങൾ പറയുന്നു പോലീസ് ഇടതുപക്ഷവും ചേർന്ന്, ഞാനിന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, സുനിൽകുമാർ 2016 അന്ന് ഞാൻ നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയമാണ്. എൻ്റെ ഓപ്പണൻ്റായിട്ട് മത്സരിച്ചത് സുനിൽകുമാറാണ്. പത്മജ വേണുഗോപാലും സുനിൽകുമാറുമായിരുന്നു. അന്ന് സുനിൽകുമാർ ഇടതുപക്ഷ നേതാവായതുകൊണ്ട് പാറമേക്കാവ് ക്ഷേത്രത്തിൽ കൊടിയുയർത്തുന്ന സമയത്ത് ക്ഷേത്രത്തിൽ കയറാതെ വരാന്തയിൽ, അതായത് ക്ഷേത്രത്തിൻ്റെ പുറത്ത് നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തെ തോളിൽ തട്ടി വാ എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയത് ഞാനാണ്. അതിനുശേഷം നിർഭാഗ്യവശാൽ അവിടെ ഈ കരിയും കരിമരുന്നും എന്ന് പറയുന്ന വിഷയത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. ആ വിഷയത്തിൽ നിർഭാഗ്യവശാൽ ഹിന്ദു മുന്നണിയുടെയോ മറ്റോ ഒരു നേതാവ് കരിയും കരിമരുന്നും വേണ്ട അമ്പലങ്ങളിൽ എന്ന് പ്രഖ്യാപിച്ചു. അതുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ, വ്യാപകമായിട്ടുള്ള എതിർപ്പുകൾ ബോധപൂർവം ഉണ്ടാക്കിയ ആളാണ് ഈ സുനിൽകുമാർ. അങ്ങനെയാണ് പൂരത്തിൻ്റെ രക്ഷകനായി 2016 അയാൾ ജയിക്കുന്നത്. അല്ലാതെ ജയിക്കാനൊരു സാധ്യതയുണ്ടായിരുന്നില്ല. 2016 അതേ തന്ത്രം 2024 എടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അതുകൊണ്ട് അന്ന് രാവിലെ, പൂരത്തിൻ്റെ അന്ന് രാവിലെ, ഞങ്ങൾ വളരെ കോഷ്യസ് ആയിരുന്നു. പൂരത്തിൻ്റെ അന്ന് രാവിലെ ഈ സുനിൽകുമാറും അതുപോലെ പൂരത്തിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള സുനിൽകുമാറിൻ്റെ സ്വന്തം ആൾ റവന്യൂ മന്ത്രി രാജനും അവിടെ പോലീസുമായി തർക്കമുണ്ടാക്കി. അതിനുശേഷം അന്നത്തെ മുഴുവൻ പരിപാടിയിലും കുടമാറ്റത്തിലാണ് പല ആളുകളും വിമർശിക്കപ്പെടുന്ന രീതിയിൽ അയോധ്യയിലെ ക്ഷേത്രത്തിൻ്റെ മാതൃകയിലുള്ള കുടകളൊക്കെ ഉയർന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു. അങ്ങനെ അന്ന് പകലും അതുപോലെ രാത്രിയും ഇടതുപക്ഷവുമായി ബന്ധപ്പെടുന്ന സുനിൽകുമാറിൻ്റെ ആളുകളുമായി ബന്ധപ്പെടുന്നവരുമായിട്ട് ബോധപൂർവമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായി. അന്ന് രാത്രി ആണ് ഈ സംഭവം നടക്കുന്നത്, പോലീസ് ലാത്തിചാർജ് നടക്കുന്നത്, പോലീസിൻ്റെ വിഷയമുണ്ടാവുന്നത്. സുനിൽകുമാർ കൃത്യസമയത്ത് വരാൻ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിരുന്നു. പക്ഷേ എന്തോ അയാൾ ഉറങ്ങിപ്പോയി.
ശരി, ഞാൻ അയാളോട് ഓക്കേ, ചോദിച്ചു, കാരണം ശരി, എൻ്റെ ഒരു അടുത്ത മറുപടി സുഹൃത്താണ്, നമ്മൾ ഞങ്ങൾ ഡിബേറ്റ് ഒന്നിച്ച് ചെയ്തതാണ്. പക്ഷേ പഠിച്ചതാണ്. ഇതിപ്പോ ഒരു മിനിറ്റ്, പ്രതിപക്ഷ നേതാവ് അല്ലാതെ ഞാൻ വിശദമായി തീർത്തോട്ടെ. പറഞ്ഞു. അങ്ങനെ തുടങ്ങിയതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം നമ്മുടെ വിഷയമല്ലാതിരുന്നത് കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നു, നോക്കൂ, മെയ് 20 ശരി, മുതൽ ഞാൻ 22 വരെ തൃശ്ശൂരിൽ നടന്ന RSS പരിപാടിക്കിടെയാണ് കൂടിക്കാഴ്ച നടത്തിയത്. മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് അജിത് കുമാർ ചെന്നത്. ഹയാത്ത് ഹോട്ടലിൽ ഔദ്യോഗിക വാഹനം ഇട്ടതിന് ശേഷം ഹോട്ടലിലെ വാഹനത്തിൽ ആണ് കൂടിക്കാഴ്ചയ്ക്ക് പോയത്. പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ വെച്ചാണ് RSSന്റെ ക്യാമ്പ് നടന്നത്. അവിടെ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഇതൊക്കെ അദ്ദേഹത്തിന് ഒരു ബോധ്യവുമില്ലാതെ പറയാൻ കഴിയുമോ? ഞാനൊരു കാര്യം ചോദിക്കണമെന്ന്, എന്താ RSS നിരോധിക്കപ്പെട്ട സംഘടനയാണോ? ഇങ്ങനൊരു കൂടിക്കാഴ്ച നടന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇനി നടന്നിട്ടുണ്ടെങ്കിൽ ADGPക്ക് ഇങ്ങനൊരു കൂടിക്കാഴ്ച നടത്താൻ പാടില്ല എന്നുണ്ടോ? RSS എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും. എനിക്കറിയില്ല, ഞാനറിയില്ല. നിങ്ങൾ കൃത്യമായി പറഞ്ഞാൽ അത് അയാൾക്ക് ADGPക്ക് കാണാൻ എന്താ വിഷമം? അതിത്ര വലിയ മാരകമായ അങ്ങനെ ഒരു ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചു. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് പോയത് എന്നുള്ളതാണ് ആരോപണം. ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടന്നു എന്നുള്ളതല്ല, മുഖ്യമന്ത്രിയുടെ ദൂതനായി പോയി എന്നുള്ളതായിരുന്നു ആരോപണം. ഇതിനു മുമ്പ് ബഹ്റയ്ക്കെതിരെ സമാനമായിട്ടുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ടോ? ആ കൂടിക്കാഴ്ചയ്ക്ക് കാരണം അതാണോ എന്ന ചോദ്യമാണ് ഉയർന്നത്. അതാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തള്ളിക്കളയുകയും ചെയ്തത്. അല്ല, അത് അങ്ങനെ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ദൂതനായി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് കൊണ്ടുവരേണ്ടത് VD സതീശനാപ്പ, ഞാനല്ല. ശരി, ഓക്കെ ഓക്കെ. അതിന്റെ ദൂതനായി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് കൊണ്ടുവരേണ്ടത് അയാളാണ്, ഞാനല്ല. എനിക്കൊരു ഒറ്റ വാക്ക് പറഞ്ഞ് മാത്രം ഞാൻ അവസാനിപ്പിക്കാം. വേറൊന്നുമല്ല ഇവിടെ റെജി ലൂക്കോസ് പറഞ്ഞ എലിയുമായി ബന്ധപ്പെട്ടൊരു വിഷയം, അതൊന്നും നിർത്തിക്കോട്ടെ, അതൊന്നും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കാരണം പൂരത്തിന്റെ വിഷയം നിങ്ങൾ ചോദിച്ചത് കൊണ്ട് പൂരത്തിന്റെ വിഷയം പറഞ്ഞു, അതിന് യാതൊരു ബന്ധവുമില്ല. പക്ഷേ എലിയെ ചൂടാൻ അല്ലെങ്കിൽ എലിയെ പേടിച്ച് മാർക്സിസ്റ്റ് പാർട്ടി എന്ന ഇല്ലം സ്വയം ചുടുമോ എന്ന് പലർക്കും സംശയമുണ്ട്. ആ സംശയത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി. പക്ഷേ ഇന്ന് അൻവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അൻവർ പറഞ്ഞ ആരോപണങ്ങളൊക്കെ ശൂന്യാകാശത്ത് മാത്രമേ ഉണ്ടാവൂ. കാരണമുണ്ട്. ആ ഒരൊറ്റ കാരണം പറഞ്ഞ് ഞാൻ നിർത്താം. SP-യെയും ADGPയെയും പൂട്ടാനുള്ള താക്കോല് അൻവറിൻ്റെ കയ്യിലുണ്ട്. എന്നാൽ അൻവറെ പൂട്ടാനുള്ള താക്കോലോ പിണറായിയുടെ കയ്യിലുണ്ട്. എന്നാൽ പിണറായിയുടെ മകളുടെയും പൂട്ടാനുള്ള താക്കോൽ ആരുടെയിലുണ്ട്? ADGPയുടെ കയ്യിലുണ്ട്. ഇവരെ ഒക്കെ പൂട്ടാനുള്ള താക്കോൽ ആരുടെയിലുണ്ട്? ശശിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തൽക്കാലം ആരെയും പൂട്ടണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആരോപണം അങ്ങനെ ശൂന്യാകാശത്ത് നിൽക്കാനാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാവും, ഒരു മാറ്റം ഉണ്ടാവില്ല. ശ്രീ ഷാഫി ചാലി, ഇപ്പോ ശ്രീ ജോസഫ് സി മാത്യു ചൂണ്ടിക്കാണിച്ച കാര്യമാണ് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജാഗ്രത വേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്. അത് P ശശി എന്ത് പറയുന്നു, എന്തു ചെയ്യുന്നു, അൻവർ എന്തു പറയുന്നു, എന്തു ചെയ്തു, മുഖ്യമന്ത്രി എങ്ങനെ മൂളുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഒരു സ്വർണ്ണക്കടത്ത് ലോബി, അവരുടെ കൊലക്കത്തിക്കിരയാകുന്ന കുറെ മനുഷ്യർ, അങ്ങനെ കൊള്ളയ്ക്കും കൊലയ്ക്കും തുനിഞ്ഞിറക്കിയിരിക്കുന്ന ഒരു സംഘത്തിന് ഒരു പോലീസ് വേർഷൻ, അത് പിടിച്ചു വാങ്ങി എടുക്കുന്നതിലൂടെ പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് അനധികൃത സമ്പാദ്യം, ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് എങ്കിൽ, ഇതൊക്കെ ഇപ്പോഴാണ് പുറത്തു വരുന്നത് എങ്കിൽ, ഇതൊക്കെ ഒരു ഇടതുപക്ഷത്തിരിക്കുന്ന MLA-യുടെ വെളിപ്പെടുത്തലുകളായാണ് പുറത്തു വരുന്നതെങ്കിൽ നോക്കൂ ശ്രീ ഷാഫി ചാലിയം, അതുണ്ടാക്കുന്ന ഗൗരവമായ സ്ഥിതി എന്താണ്? ശ്രീ ഷാഫി ചാലിയം മുഖ്യമന്ത്രി വീട്ടിൽ നിന്നുണ്ടായതല്ല, അദ്ദേഹത്തെ പാർട്ടിയല്ലേ ഉണ്ടാക്കിയത് എന്നുള്ള തടക്കമുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്ത് നിങ്ങൾ ആരെങ്കിലുമാണ് ഉന്നയിച്ചിരുന്നത് എങ്കിൽ ഇതാകുമായിരുന്നോ പ്രതിരോധം? ഇതാകുമായിരുന്നോ ആരോപണം? ഒരൊറ്റയാളും മിണ്ടിയിട്ടില്ല. മധു, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം ഉദ്ദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് 2022 ഡിസംബർ മാസത്തിൽ മലബാർ ഡെവലപ്മെൻറ്റ് ഫോറം എന്ന സംഘടനയുടെ പ്രസിഡന്റ് KM ബഷീർ എന്ന ആൾ പോലീസിന് പരാതി നൽകി, മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇന്ന് പകൽ 11 മണി സമയത്ത് മാതൃഭൂമി അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തു. ഏകദേശം അരമണിക്കൂർ നീണ്ടു നിന്ന ഇൻ്റർവ്യൂ ഞാൻ പൂർണ്ണമായി കേട്ടതാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന അതായത് ഇന്ന് അൻവർ പറയുന്നതിനേക്കാളും കൂടുതൽ വിസ്തരിച്ചിട്ടാണ് പിന്നെ ഈ KM ബഷീർ ഇന്ന് നമ്മുടെ മാതൃഭൂമിയിൽ സംസാരിച്ചത്. അതിലൂടെയാണ് ഈ സ്വർണം ഒരുക്കാൻ
ഈ ഉണ്ണി എന്ന ആളെ ചുമതലപ്പെടുത്തി അടക്കമുള്ള കാര്യങ്ങൾ 2.5 വർഷം മുമ്പ് തന്നെ അയാൾ എഴുതിയിട്ടുണ്ട്. ആ കത്തിൻ്റെ മുഴുവൻ കോപ്പിയും എൻ്റെ കയ്യിലുണ്ട്. ഞാനത് അയച്ചു തരാം. അതിൽ എന്തെല്ലാം ആ കാര്യങ്ങൾ പറഞ്ഞു നോക്കുക. രാത്രി 10 മണിക്ക് എയർപോർട്ടിന് സമീപമുള്ള എല്ലാ കടകളും പൂട്ടണം. ഒരു കടയും ഒരു ഹോട്ടലും ഒന്നും വർക്ക് ചെയ്യാൻ പാടില്ല. എത്ര മണി വരെ? നമുക്കറിയാലോ, വലിയ എയർക്രാഫ്റ്റുകളൊക്കെ വിദേശത്തു നിന്ന് വരുന്നത് രാത്രി 10 മണിക്ക് ശേഷമാണ്, പുലർച്ചയ്ക്കുള്ളിലാണ്. ആ സമയം ഒരു ഹോട്ടലും ഒരു കടയും തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന യാത്രക്കാരെയോ അല്ലെങ്കിൽ അവരെ അനുഗമിക്കുകയോ അവരെ സ്വീകരിക്കാൻ വന്നവരോ അവർക്കൊന്നും ഒരു തുള്ളി വെള്ളം പോലും അവിടെ കിട്ടാൻ പാടില്ല. ഒരു SP-യുടെ അധികാര പരിധിയിൽപ്പെട്ടതല്ല. ഒരു 144 പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ജില്ലാ മജിസ്ട്രേറ്റിനെ അധികാരമുള്ളൂ. ഇവിടെ SP അത് ചെയ്യണം. ഇതിനെതിരെ മുഖ്യമന്ത്രി ഇത് അറിയിച്ചു. വിവരാവകാശ പ്രകാരം എല്ലാ അതോറിറ്റിയിലും ഇദ്ദേഹം എഴുതി ചോദിച്ചു, ഇങ്ങനെ അധികാരമുണ്ടോ? ഇല്ല എന്ന് മറുപടി പറയുന്നു. എങ്കിൽ ഇത് ചെയ്ത ആളെ നേരെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഞാനിവിടെ പറഞ്ഞു വരുന്നത്, മിസ്റ്റർ അൻവർ അടക്കമുള്ള ആളുകൾക്ക് ഇത് എന്നോ അറിയാം. ഈ സ്വർണ്ണക്കടത്തിൻ്റെ കേസ് ഞാൻ പറഞ്ഞ മാതിരി ഇങ്ങനെ. അതല്ലാതെ മലപ്പുറം ജില്ലയിൽ സുജിത് ദാസ് നടത്തിയ ഒരുപാട് അന്യായ പ്രവൃത്തികൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞതാണ്. ഞങ്ങൾ MLA-മാർ, ഞങ്ങൾ MSF-ൻ്റെ നേതാക്കന്മാർ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതാണ്. ഈ അൻവർ അടക്കമുള്ള ആളുകൾ എന്താ ചെയ്തത്? അവർ ഞങ്ങളെ പുച്ഛിക്കേ ചെയ്തത്. ഇതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറില്ല. ഇപ്പം പൊടുന്നതിനെ ചാടി വീഴാനുള്ള ഒരു കാരണം എന്ത്? അതിലേക്കാണ് ഇവിടെ പോകേണ്ടത്. അൻവർ ഉയർത്തിയ പ്രശ്നം അൻവർ ഉയർത്തിയത് കൊണ്ട് വൻ വിവാദമായി. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരു ഭരണകക്ഷി MLA, ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. മാത്രമല്ല, ഇവിടുത്തെ പോലീസ് എന്ന് പറഞ്ഞാൽ ആളെ കൊല്ലിക്കുന്നവരാണ്. ദാവൂദ് ഇബ്രാഹിമിനേക്കാളും വലിയ അധോലോക ഭീകരരാണ്, സ്വർണം കടത്തുന്നവരാണ് എന്ന് ഒരു ഭരണപക്ഷ MLA വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഇത്ര വലിയ വൈറലായത്. കേരളീയരുടെ പൊതുബോധം മുഴുവനും അൻവർ അത് പറയാൻ കാണിച്ച ആ ആർജവത്തിനെ, ആ ധൈര്യത്തിനെ അറിയാതെ അനൈച്ഛികമായി കേരളത്തിലെ പലരും അൻവറിനെ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്തുണച്ചു പോയിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് അൻവർ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, ഒരു കച്ചവടക്കാരൻ കൂടിയാണ്. അൻവർ ഏതെങ്കിലും ഒരു വിഷയം ഓൺ ചെയ്യുകയാണെങ്കിൽ ഒരു ലാഭമുള്ള വിഷയം അദ്ദേഹം ഓൺ ചെയ്യുള്ളൂ. ഇത്രയും കാലം ഇത്രയും വിഷയങ്ങളെ കണ്ണടച്ച് നിന്ന് അൻവർ പെട്ടെന്ന് വന്ന് ഇപ്പോൾ പറയണമെങ്കിൽ ഒന്നുകിൽ അൻവറിന് പിന്നിൽ CPM-ലെ ഒരു ലോബിയുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇന്നലത്തെ അൻവറല്ല, മുഖ്യമന്ത്രിയെ കാണുന്നതിന് മുമ്പുള്ള അൻവറിനെയല്ല, മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം നമ്മൾ കണ്ടത്. ഗോവിന്ദ മാഷ് കണ്ടതിന് ശേഷമുള്ള അൻവർ കൂടുതൽ കരുത്തനായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഷകൾ മാറിയിട്ടുണ്ട്. ഈ അന്വേഷണ SIT-യെ നിയമിച്ചപ്പോൾ ആ SIT-യുടെ നിയമനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് മുഖ്യമന്ത്രി വിശ്വാസമാണ്. വളരെയധികം ഇതിനെ എന്ത് ചെയ്തിട്ടില്ല, ഈ അന്വേഷണ കമ്മീഷൻ്റെ ന്യൂനതകളെ മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ട് പോലും അതൊന്നും എൻ്റെ വിഷയമല്ല, അതിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് പറഞ്ഞ വ്യക്തി ഗോവിന്ദൻ പക്ഷേ ചെന്ന് കണ്ടതിന് ശേഷം എന്ത് പറയുന്നു? അന്നിപ്പോൾ ആ ചർച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ വിവിധ ചാനലുകൾ വന്ന് എന്ത് പറഞ്ഞു? ഈ അന്വേഷണ കമ്മീഷൻ അല്ല, ഈ SIT എന്താണ്? ഇത് വെറും ADGP-ക്ക് കീഴിലുള്ള ജീവനക്കാരെ വെച്ചുകൊണ്ട് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ നമ്മൾ ചോദിച്ചത്, ഇന്ന് ഞങ്ങൾ ആ ചോദ്യം ഇന്ന് അൻവറിൻ്റെ വായിൽ നിന്ന് വന്നു. എന്താ അയാൾ പറഞ്ഞത്? ഹെഡ്മാസ്റ്റർ കീഴിൽ ഹെഡ്മാസ്റ്ററെക്കുറിച്ച് പിയൂണും ബെല്ലടിക്കണവനും അധ്യാപകനും അന്വേഷിച്ചിട്ട് എന്ത് കാര്യം? അപ്പം അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഈ അന്വേഷണ സംഘത്തിൽ ആര് തൃപ്തനല്ല? അൻവർ തൃപ്തനല്ല. ഡയലോഗിട്ട് തളർത്താൻ കഴിഞ്ഞിട്ടില്ല, പിന്നെയല്ലേ തകർക്കാൻ എന്നൊക്കെ തിരിച്ചു ചോദിച്ച് നേരിട്ടിട്ടുണ്ട് ഇത്രയും കാലം. ഇപ്പോൾ ഒപ്പം നിന്ന ഒരാളാണ് ഒച്ചയുയർത്തി ചോദിക്കുന്നത്. അവിടെയാണ് മറുപടി ഇല്ലാതെ പോവുകയും ചെയ്യുന്നത്. പക്ഷെ ആ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നത് ആരുടെയൊക്കെ താല്പര്യം കൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആകാംക്ഷയായി നിലനിൽക്കുകയും ചെയ്യുന്നത്. ശ്രീ റെജി ലൂക്കോസ് അങ്ങ് നേരത്തെ വലിയ കനത്തിൽ പറഞ്ഞു അതാണ് PV അൻവർ എന്നൊക്കെ. അങ്ങനെ അതാണ് PV അൻവർ എന്ന് സമ്മതിക്കണമെങ്കിൽ ഇന്നലെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന സമയത്ത് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായ തെളിവുകൾ മുഖ്യമന്ത്രിക്കെങ്കിലും ബോധ്യമാകുന്ന തരത്തിൽ അദ്ദേഹത്തിന് സമർപ്പിക്കാൻ കഴിയണം. അങ്ങനെ ബോധ്യമാകുന്ന തരത്തിലുള്ള തെളിവുകൾ ഉണ്ട് എങ്കിൽ MR അജിത് കുമാർ ഇന്ന് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP-ആയി നിലനിൽക്കില്ല. അപ്പോൾ ഒന്നുകിൽ അൻവറിന് ഈ പറയുന്ന പഞ്ച് ഡയലോഗ് പറയാനുള്ള
തരത്തിലുള്ള തെളിവുകൾ മാത്രമേ അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അതിനെ വെല്ലുന്ന തരത്തിലുള്ള സ്വാധീനം, അല്ലെങ്കിൽ അതിനെ വെട്ടാൻ കഴിയുന്ന തരത്തിലുള്ള ശക്തമായ കഴിവ് എം.ആർ. അജിത് കുമാറിന് വേണം. സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് വിഭാഗത്തിന്റെ തലപ്പത്തിരിക്കുന്നയാൾ കൊലയാളിയാണ്, ക്രിമിനലാണ് എന്ന് പറയുന്നത് ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച ഒരു MLA ആണ്. സർക്കാർ ഇങ്ങനെ ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുകയാണ്. ജനം ആരെ വിശ്വസിക്കണം? മാധു അതിന് മറുപടി പറയുന്നതിന് മുമ്പായിട്ട് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആരോപണത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഗോപാല വക്കീലിനോട് കാര്യം ചോദിച്ചു. ഞാനൊന്ന് പ്രതികരിച്ചിട്ട് ഞാൻ ഇതിലേക്ക് വരാം. പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവം കൊണ്ട് അദ്ദേഹം ഗോൾവാക്കറിന്റെ ചിത്രത്തിൽ കൊണ്ട് ദീപം കൊടുത്തിട്ട് ആ ഗോൾവാക്കറിനെ പാടി പൂഴ്ത്തി അതേ പരിപാടി നടത്തിയ ഒരാൾക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ അനുഭവം കൊണ്ട് അദ്ദേഹം പറഞ്ഞോളൂ. ഇപ്പോൾ ചോദ്യത്തിലേക്ക് വരാം. അതായത് അൻവർ ഉന്നയിച്ച വിഷയങ്ങളുടെ ഗ്രാവിറ്റി എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ അടുത്തും അതിൻ്റെ കോപ്പി ബഹുമാനപ്പെട്ട ഗോവിന്ദ മാസ്റ്റർക്ക് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം കൊലപാതകത്തിന് കൂട്ടുനിന്ന ആളാണ്. പിന്നെ സ്വർണ്ണം പൊട്ടിയെന്ന് പറയുന്നതിനകത്ത് കൂട്ടുനിന്നിട്ടുണ്ട്, സ്വർണ്ണം കടത്തലുമകത്ത് കൂട്ടുനിന്നിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം പൊതുവേദിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിക്ക് സബ്മിറ്റ് ചെയ്തു. മുഖ്യമന്ത്രി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രൊസീജിയർ എന്താ? ഈ ചാനൽ പാലിക്കുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ട് തെറ്റുകാരാണെങ്കിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് നിങ്ങൾ ഒരു തർക്കം വിചാരിക്കേണ്ട കാര്യത്തില്ല, ഒരു സംശയം വിചാരിക്കേണ്ട കാര്യത്തില്ല. പിന്നെ അൻവർ എന്നുള്ള വ്യക്തിയുടെ കൂടുതൽ വേറെ ഏതെങ്കിലും വിഭാഗം ഉണ്ടോ CPM എന്നുള്ള ചോദ്യം കൊണ്ട് ഉന്നയിച്ചു. അൻവറിനോട് ഇവിടുത്തെ വലിയൊരു സമൂഹം ജനങ്ങളുണ്ട്. കാരണം അൻവർ ഉയർത്തിയിരിക്കുന്ന പാർട്ടി വിരുദ്ധമായിട്ടുള്ള പരിപാടിയല്ല. അൻവർ ചില തെറ്റായ കീഴ്വഴക്കങ്ങൾ മലപ്പുറം ജില്ലയിൽ വന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കസ്റ്റംസ് കള്ളക്കടത്തും ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബഹുമാനപ്പെട്ട ഷാബി ചാലിത്തിന്റെ MLA-മാർ മലപ്പുറത്ത് എത്രയോ പേരുണ്ട്? അവരാരെങ്കിലും പത്രസമ്മേളനം നടത്താൻ ഈ നിമിഷം വരെ കേരള നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ഏൽപ്പിക്കുന്നത് ആരാണ്? പാർട്ടിയാണ്. ആ ഓഫീസ് കേന്ദ്രീകരിച്ച് സംസ്ഥാനത്തെ സ്വർണ്ണക്കടത്ത് ലോബി പ്രവർത്തിക്കുന്നുവെന്ന് ഇടതുമുന്നണിയുടെ ഭാഗമായ ഒരു MLA ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടിക്കെതിരെയല്ല എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം കുടിക്കുന്നത് പോലെ ജനങ്ങൾ അത് കേട്ടോണ്ടിരിക്കുമോ? ഇല്ല. അദ്ദേഹം സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു സ്വർണ്ണക്കടത്ത് നടത്തുന്നുണ്ടെന്ന് അദ്ദേഹം അൻവർ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ അൻവറിനെ തെറ്റായി എം.ആർ. അജിത് കുമാറിനെതിരെ അദ്ദേഹം ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എം.ആർ. അജിത് കുമാറും P. ശശിയും തമ്മിലുള്ള അവിഹിത ബന്ധത്തെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. P. ശശിയിൽ നിന്നാണ് ഈ പറയുന്ന പവർ ഗ്രൂപ്പ് തുടങ്ങി നിൽക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അല്ലെങ്കിൽ പിന്നെ എന്തിനെതിരെയാണ് ഈ ആരോപണം നിൽക്കുന്നത്? ഈ പറയുന്ന വിമർശനം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള ഓഫീസിനെതിരെ അല്ല എന്ന് നിങ്ങൾ പറയായിരുന്നോ? മാധു, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ 3 ദിവസമായിട്ട് അൻവർ വെളിപ്പെടുത്തിയിരിക്കുന്ന അല്ല പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ P. ശശി ഇതിന് കൂട്ടുനിൽക്കുന്ന ആളെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. P. ശശി ഇതിൽ ശ്രദ്ധ ചെലുത്തുന്നതിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഉന്നം വെക്കുന്നത് 2 പേരെയാണ്. ഒന്ന് പത്തനംതിട്ട മുൻ SP-യെയും ഇപ്പോഴത്തെ ക്രമസമാധാന ചുമതലയുള്ള അജിത് കുമാറാണ് അത് ലക്ഷ്യം വെക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അജിത് കുമാർ അങ്ങനെ സ്വർണ്ണക്കടത്തുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കുറ്റവാളി ആരാ? ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണന്റെ പാർട്ടി ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് അണ്ടറിലുള്ള കസ്റ്റംസ് അല്ലേ? അവരറിയാതുള്ള ഒരു തരി സ്വർണ്ണം അതിനകത്ത് കടന്നു പോവോ? അപ്പൊ ഈ കസ്റ്റംസ് അല്ലേ അതിനകത്ത് ഒന്നാമത്തെ ഉത്തരവാദി? ഇത് തന്നെയല്ലേ നിങ്ങൾ 2023 പങ്കുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ആഭ്യന്തര വകുപ്പ് കൂടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, അങ്ങനെ അദ്ദേഹത്തിന് പങ്കുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിൽ ഞാനും അഴിമതിയായിട്ട് സംഭവിക്കുന്നു. അത് തെളിയട്ടെ. അത് തെളിയാനായിട്ടുള്ള അന്വേഷണം അല്ല നടക്കുന്നത്. നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ആ ചർച്ച കോടതി വിധിക്ക് ശേഷമാകാം, അന്വേഷണ ഉത്തരവൊക്കെ വന്നതിന് ശേഷമാകാം. നമുക്കിപ്പോ നമ്മുടെ മുന്നിലേക്ക് ഇടതുപക്ഷത്തിന്റെ ഒരു MLA പറഞ്ഞ കാര്യമല്ലേ ഉള്ളൂ. അതിൽ വെച്ചാണല്ലോ നമ്മൾ ചർച്ച. അത് പറഞ്ഞ കാര്യങ്ങളിൽ ചർച്ച എന്ന് പറഞ്ഞാണല്ലോ ശ്രീ റെജി ലൂക്കോസ് നമ്മൾ ഈ ചർച്ചയ്ക്ക് വന്നതും അതിനുവേണ്ടി ക്ഷണിച്ചതുമെല്ലാം. അപ്പോൾ ഇനി കോടതി ഉത്തരവ് വന്നതിന് ശേഷമേ തെളിഞ്ഞിട്ടേ നമ്മൾ ചർച്ച ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ ജോസഫ് സി മാത്യു, സ്വർണ്ണക്കടത്തിന് നേതൃത്വം നൽകുന്ന പങ്കുപറ്റി ക്രിമിനൽ സ്വഭാവമുള്ള ADGP-മാർ ഭരിക്കുന്ന കേരളത്തിൽ ഇരുന്നാണ് നമ്മൾ നമ്മുടെ സ്വത്തിനെ പറ്റി, നമ്മുടെ ജീവനെ പറ്റി, നമ്മുടെ സ്വാതന്ത്ര്യത്തെ പറ്റി ഒക്കെ ചർച്ച ചെയ്യുന്നത്. ഈ പറയുന്ന ആളുകൾ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം തുടങ്ങി എന്നുകൂടി ഇന്ന് PV അൻവർ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകും എന്ന് ഇടതുപക്ഷവും സർക്കാരിനെ വിശ്വസിക്കുന്ന ജനങ്ങളും എല്ലാം വിചാരിക്കുന്ന ഇടത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലുള്ള അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു എന്നുകൂടി പറയുന്നു PV അൻവർ. മധു, അൻവർ പറയുന്നത് കൊണ്ട് മാത്രം അത് ശരിയാവണമെന്നില്ല എന്നുള്ള വാദം ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ അൻവർ ഇങ്ങനെ ഗുരുതരമായൊരു വാദം ഉന്നയിച്ചത് മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേക മനോനിലയുടെയാണെന്ന് പറഞ്ഞില്ല. അദ്ദേഹം ഇത് അൻവറിൻ്റെ അലിഗേഷൻസ് അന്വേഷിക്കാൻ ഉത്തരവിട്ടു. അങ്ങനെ ഉത്തരവിട്ട് കഴിഞ്ഞാൽ
ലോ ആൻഡ് ഓർഡറിൻ്റെ തലപ്പത്ത് ഈ ഉദ്യോഗസ്ഥൻ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥരെ അന്വേഷിച്ചാൽ ഇത് പുറത്തു വരില്ല എന്ന് അൻവർ പറഞ്ഞത് ശരിയല്ലേ? അതായത് ഇത് അങ്ങനെ നടപടി എടുക്കാൻ കഴിയില്ലെന്ന് ആരെക്കുറിച്ചാണ് പറയുന്നത്? നിങ്ങൾ ആറന്മുള സ്റ്റേഷനിലാന്ന് തോന്നുന്നു ഉമേഷ് വള്ളിക്കുന്നെന്നോ മറ്റേ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, അറിയോ? ഈ മുഖ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്കിൽ കമൻ്റ് ഇട്ട് എത്ര പേർക്കെതിരെയാണ് നടപടി എടുത്തത്? അന്നേരം ഒന്നും പ്രശ്നമൊന്നുമില്ല. ഈ സംസ്ഥാനത്ത് കൊള്ളയും കൊലയും നടത്തുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കാം. ഇതാണ് ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ അൻവറിനെ നമ്മൾ എന്തെല്ലാം കുറ്റം പറഞ്ഞാലും ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പറയാൻ ആഗ്രഹിച്ചിരുന്ന ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാർ പറയാൻ ആഗ്രഹിച്ചിരുന്ന ഈ കാര്യം അവരുടെ എല്ലാം കക്ഷത്തിലുള്ള തേങ്ങ പോകുമെന്നും കണ്ട് അവർ മിണ്ടാതിരിക്കുക, കുറച്ചുകൂടെ പോട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുകയാണ്. അത് അൻവർ വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പുറകിൽ ആൾക്കാർ റാലി ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൻവറിൻ്റെ ചെയ്തികളെക്കുറിച്ച് അറിയാം. അൻവറിന് ഈ യുദ്ധത്തിൽ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അറിയാം. പക്ഷേ അദ്ദേഹം വിളിച്ചു പറഞ്ഞിരിക്കുന്നു, എന്തോ ചില അദ്ദേഹത്തിന് വ്യക്തിപരമായി നേരിട്ട പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണെങ്കിലും അദ്ദേഹം വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ആ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണെന്നും ഒരുപാട് പേര് പറയാൻ ആഗ്രഹിച്ചതാണെന്നും ഉള്ളത് കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഞാൻ വീണ്ടും പറയുന്ന സ്വർണ്ണക്കടത്തിൻ്റെ കാര്യത്തിൽ 2020 നവംബർ മാസത്തിൽ സംസ്ഥാന സർക്കാർ CBIക്കുള്ള ജനറൽ കൺസെൻറ്റ് പിൻവലിച്ചു. ജനറൽ കൺസെൻറ്റ് പിൻവലിച്ചതിൻ്റെ ഫലമായിട്ട് അവർ ഏറ്റവും അധികം റെയ്ഡ് നടത്തിയിരുന്ന സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് എന്നുള്ള എയർപോർട്ടിൽ റെയ്ഡ് നടത്താനോ ആ ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് ചാർജ് ചെയ്യാനോ CBIക്ക് കഴിയില്ല, അന്ന് മുതൽ കഴിയില്ല. ഇതുമൂലം കേരളത്തിലേക്കുള്ള സ്വർണ്ണക്കടത്തിൻ്റെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. ഈ CBI ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്തതാണെങ്കിൽ ഏത് സ്വർണ്ണക്കടത്തിലും ഒരു കസ്റ്റംസ് ഓഫീസറുടെ ഒരാളുടെയെങ്കിലും കണ്ണൈവൻസ് ഇല്ലാതെ ഇത് നടക്കാറില്ല എന്നാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ഡാൻസ് ഓഫ് എന്ന് പറയുന്ന ഗ്രൂപ്പും ഈ കസ്റ്റംസിലെ അത്തരം ഉദ്യോഗസ്ഥരും തമ്മിൽ വീതം വെച്ചുകൊണ്ട് ഇതിൻ്റെ എണ്ണം പെരുകുന്നു എന്നുള്ളതാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ 10ഓളം സംസ്ഥാനങ്ങൾ ഈ ജനറൽ കൺസെൻറ്റ് പിൻവലിച്ചിട്ടുണ്ട്. അതിന് രാഷ്ട്രീയമായ കാരണങ്ങളൊക്കെ ഉണ്ട്, ശരി. പക്ഷേ അങ്ങനെ പിൻവലിക്കുന്ന ഘട്ടത്തിൽ അവിടെ സംസ്ഥാന സർക്കാർ, സംസ്ഥാന പോലീസ് അതിനൊരു വേറൊരു ബദൽ മാർഗം ഉണ്ടാക്കണം. അങ്ങനെ ഒരു മാർഗമില്ല. അങ്ങനെ സ്വർണ്ണക്കടത്തിന് കൺഡ്യൂസീവായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത് അജിത് കുമാറല്ല, അദ്ദേഹത്തിന് മുൻപാണ്. അപ്പോൾ ഈ സർക്കാരിൻ്റെ നയപരമായ ചില തീരുമാനങ്ങൾ ഈ സ്വർണ്ണക്കടത്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയും അങ്ങനെ നടത്തുന്ന കടത്ത് പല രീതിയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അദ്ദേഹം ഹാൻഡ് പിക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരിലും ചുറ്റിത്തിരിഞ്ഞു വരുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അത് ആരോപിക്കുന്നിടത്താണ് ഇത് അന്വേഷിക്കേണ്ടതാണ് എന്ന് മുഖ്യമന്ത്രി കണ്ടെത്തുന്നത്. ഇത് അന്വേഷിക്കാൻ വേണ്ടിയാണോ അത് അന്വേഷണ പ്രവർത്തനം നടത്തി ഇതവിടെ കുഴിച്ചു മൂടാനാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ താക്കോലുകൾ പരസ്പരം കയ്യിലിരിക്കുകയാണെന്നുള്ളതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഇതെങ്ങും മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. പൗരന്മാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നടക്കുന്ന അനധികൃതമായിട്ടുള്ള ഫോൺ ടാപ്പിംഗ് ആണ്. അതും അൻവർ പറഞ്ഞത് പൂർണ്ണമായി ശരിയാണ്. പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അനധികൃതമായിട്ടുള്ള ഫോൺ ടാപ്പിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളത് അൻവർ ആദ്യം പറയുന്നതല്ല. ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ പലരും നടത്തുന്ന ഇൻ്റർവ്യൂകളിലൂടെ ഇവിടെ ഫയൽ ചെയ്യുന്ന കേസുകളിലൂടെ എല്ലാം അത് അറിയാവുന്നതാണ്. കൂടുതൽ വിശദമായ ചർച്ചയ്ക്ക് സമയമുണ്ടെങ്കിൽ അത് വിശദീകരിക്കാവുന്നതാണ്. ഇവിടെ അതേപോലെ ഗുരുതരമാണ്, അതിലും ക്രിമിനൽ കുറ്റമാണ് ഈ ഒരു എക്സിക്യൂട്ടീവ് അധികാരവും ഇല്ലാത്ത സിവിലിയനായിട്ടുള്ള ശ്രീ അൻവർ അദ്ദേഹം ഫോൺ ടാപ്പ് ചെയ്തു എന്ന് അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിൽ വേറെ ചില സൂചനകളുമുണ്ട്. ഈ ട്രയാങ്കുലർ ടാപ്പിംഗ് എന്നുള്ളത് ടാപ്പിങ്ങിൻ്റെ ഒരു രീതിയാണ്. അദ്ദേഹം DGPയുടെ ഭാര്യയുടെ ഫോണിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സ് ഇത് ചെയ്യുന്നതിനെക്കുറിച്ച് ബാംഗ്ലൂരിൽ ഇതിനു മുമ്പ് കേസെടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കൂടുതൽ അന്വേഷിക്കേണ്ടതാണ്. ഇവിടെ അനധികൃതമായിട്ട് ആർക്കും ഫോൺ ടാപ്പ് ചെയ്യാവുന്ന രീതിയിൽ പൗരാവകാശ ലംഘനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തെലങ്കാന ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് ജൂൺ 2024 BRS സർക്കാർ ചെയ്തതിനെതിരെ. ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാർ എന്തുകൊണ്ടാണ് കോടതിയെ സമീപിക്കാത്തതെന്ന് എനിക്കറിയത്തില്ല. കേൾക്കുന്ന കോടതിയോ ജുഡീഷ്യൽ ഓഫീസേഴ്സോ ആരെങ്കിലും ഇത് കേസെടുത്ത് ഇത് അന്വേഷിക്കേണ്ടതാണ്. ഇവിടെ നടക്കുന്നത് തികഞ്ഞ പൗരാവകാശ ലംഘനമാണ്. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ തുടർച്ചയായിട്ടാണ് ഈ ചർച്ച അല്ലെ. ഇന്നലെയും നമ്മൾ ഇതേ വിഷയമാണ് ചർച്ച ചെയ്തത്, ഇന്നും ഇതേ വിഷയമാണ് ചർച്ച ചെയ്തത്. ഈ പറയുന്ന പൗരന്റെ സ്വകാര്യത,
ഫോൺ ടാപ്പിംഗുമായി ബന്ധപ്പെട്ട അൻവർ അടക്കം നടത്തിയ വെളിപ്പെടുത്തൽ, അൻവറിന് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചത് കൊണ്ടാണ് ആ ചോദ്യങ്ങൾ ഞാൻ അങ്ങേലേക്ക് വരാതിരുന്നത്. അങ്ങേക്ക് അതിൽ കൂടുതൽ കമന്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യും, അങ്ങ് IT മേഖലയിൽ പ്രഗത്ഭനായതുകൊണ്ട് തന്നെ എന്നുള്ളതും എനിക്കറിയാവുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ അതുകൊണ്ടാണ് തുടക്കത്തിലും അൻവർ പറയുന്ന കാര്യങ്ങളിൽ ഊന്നി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡെവലപ്മെന്റ് ആണ് എന്നുള്ളത് കൊണ്ടാണത്. നമ്മൾ ഇന്നലെ ചോദിച്ച അതേ കാര്യങ്ങൾ ആവർത്തിക്കേണ്ടതില്ല എന്നൊരു വിചാരത്തിൽ നിന്നാണ്. പക്ഷേ അങ്ങേക്ക് അതിൽ കമന്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. അങ്ങേക്ക് തുടരാം. അല്ല, ഞാൻ പറഞ്ഞത് ഈ വിഷയങ്ങൾ ഗൗരവതരമായിട്ട് അന്വേഷിക്കേണ്ട കാര്യമുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ അടിവരയിടാൻ ശ്രമിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. പാർട്ടി സമ്മേളനം തുടങ്ങുന്ന പശ്ചാത്തലത്തിലാണ് ഈ ആരോപണങ്ങൾ വന്നത് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പിറകിൽ ആൾക്കാരുണ്ട്. ശശിയെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിപ്പോൾ തുടങ്ങിയതല്ല. ഞാൻ ചൂണ്ടിക്കാണിച്ച പോലെ CKP പത്മനാഭൻ്റെ വെളിപ്പെടുത്തൽ ഒരുപാട് നാളുകൾക്ക് ശേഷം, അദ്ദേഹം മൗനമായിരുന്ന ശേഷം ഈ സമീപകാലത്ത് വന്നത് യാദൃച്ഛികമാണെന്ന് ഇപ്പോൾ ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് വളരെ ഗൗരവതരമായ സ്വഭാവമുള്ളതാണ്. മനുഷ്യാവകാശ ലംഘനം ആണ്. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കേണ്ട വിഷയമാണ്. എന്നെ ഇത്തരത്തിൽ രോഗിയാക്കിയത് ഈ പീഡനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമാണ്. സിമി റോസ്ബെൽ ജോൺ പറഞ്ഞതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിലൊന്നും ആരും പ്രതികരിച്ച് കാണുന്നില്ല, പാർട്ടിയും പ്രതികരിച്ച് കാണുന്നില്ല. അദ്ദേഹം പറയാൻ ബാക്കി വെച്ചിരിക്കുന്നത് അതിലും ഗൗരവതരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ ഈ ശശി എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കഴിഞ്ഞ സമ്മേളനത്തിൽ അദ്ദേഹം സമ്മേളന പ്രതിനിധിയല്ല. അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുക്കുകയും പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കുകയും ഒക്കെ ചെയ്യുന്നത് മുഖ്യമന്ത്രി ഹാൻഡ് പിക്ക് ചെയ്ത് കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ ആരോപണങ്ങൾ ശശിയെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിലുള്ള ആരോപണം മുഖ്യമന്ത്രിക്ക് നേരെയാണ്. ഇത് ആദ്യമായിട്ട് വരുന്നതല്ല, അദ്ദേഹത്തിനെതിരെ നിരന്തരം വരുന്ന ആരോപണങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ ഒരുപാട് നാളായി പറയുന്ന എന്താണ്, വിഭാഗീയത, വ്യക്തിയേക്കാൾ വലുതാണ് പാർട്ടി, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയല്ല ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതെന്ന് നമ്മൾ ഒരുപാട് നാളായി പറയുന്നതാണ്. ഈ വ്യക്തിയാണ് പാർട്ടി എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പാർട്ടിയിലെ നിയമനങ്ങളും ഹയർ കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പും നടത്തുകയും ചെയ്തത് വഴി ശിഥിലമാക്കപ്പെട്ട ഒരു പാർട്ടിയെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ഇതാണ് നമ്മൾ കുറേ നാളായി ചൂണ്ടിക്കാണിക്കുന്നത്. അത് അൻവറെങ്കിൽ അൻവർ പറഞ്ഞത് പുറത്തേക്ക് വരട്ടെ, പാർട്ടി നേതാക്കൾ ചർച്ച ചെയ്യുന്നെങ്കിൽ ചർച്ച ചെയ്യട്ടെ. നമുക്കിപ്പോൾ അതിൽ വലിയ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. അത് ചർച്ച ചെയ്യുന്നെങ്കിൽ ചർച്ച ചെയ്യട്ടെ. ശരി, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, അങ്ങനെ IPS തലപ്പത്തുള്ള ഏമാന്മാർ ഇത്തരത്തിൽ ക്രമസമാധാന വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ, ലോബികൾ നടത്തുന്നുണ്ടെങ്കിൽ, ക്രിമിനൽ സംഘങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണോ? ഞാൻ വളരെ എന്താ പറയുക, എന്ത് ചോദ്യമാണെന്ന്, ഈ പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? വാസ്തവത്തിൽ ഈ ആരോപണം അതിശക്തമായിട്ട് ചെന്നുലയ്ക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ്. ആലിബാബയെ നമ്മുടെ ചർച്ച മനസ്സിലായി. അതെ, ഞാൻ മനസ്സിലായി. ഞാൻ റെജി ലൂക്കോസിന് തന്നെയാണ് മറുപടി പറയുന്നത്. അതായത് ആലിബാബയെ തൊടാതെ 41 കിങ്കരന്മാരെ പറ്റി ചർച്ച നടത്തിയിട്ട് എന്ത് കാര്യമെന്ന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ നാട്ടിൽ. കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അറിയാതെ ഒരു വസ്തുവും നടക്കില്ല. മുഖ്യമന്ത്രി അറിയാതെ ഒരു വസ്തുവും പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പം മുഖ്യമന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും ADGPയും അതുപോലെയുള്ള ആളുകൾ ചേർന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇതിൻ്റെ പിൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയെക്കുറിച്ച് മിണ്ടാൻ, ആ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാൻ, ആ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വിരൽ ചൂണ്ടാൻ MP ഗോവിന്ദനുമില്ല, പ്രതിപക്ഷ നേതാവുമില്ല, കേരളത്തിലെ മാധ്യമങ്ങളുമില്ല. ഒരു മാധ്യമം പോലും മുഖപ്രസംഗം എഴുതിയിട്ടില്ല മുഖ്യമന്ത്രിക്കെതിരെ. എന്തിനാ ഭയപ്പെടുന്നത്? നമ്മൾ ആരുടെ പിണിയാളാണ് അൻവർ എന്ന് അന്വേഷിക്കുക. അൻവർ പറഞ്ഞതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കേണ്ടതില്ല. അൻവർ പറഞ്ഞതൊരു യാഥാർത്ഥ്യമാണ്, കേരളത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനം വാസ്തവത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ട അടിസ്ഥാനമാണ്. അതുകൊണ്ട് വിഷയം മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. കേരളത്തിലെ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോടാണ് ചോദിക്കേണ്ടത്, മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. ആ മുഖ്യമന്ത്രിയെക്കുറിച്ച് ചർച്ച ചെയ്യാതെ, ആലിബാബയെക്കുറിച്ച് ചർച്ച ചെയ്യാതെ ബാക്കി ആളുകളെക്കുറിച്ചുള്ള ചർച്ചയിൽ നടക്കുക. ഇപ്പോൾ ഹേമ കമ്മിറ്റി പോയി, ഇന്നിപ്പോൾ രഞ്ജിത്തിന് ജാമ്യം കൊടുക്കാവുന്ന വകുപ്പാണ് ഗവൺമെൻറ് ഇട്ടിരിക്കുന്നത്. ക്വാർട്ടർ ഫൈനൽ
ഞാൻ ഒന്നും കൂടി പറയുന്നു, ഒരു വലിയ കൊട്ടാര വിപ്ലവം നടക്കുന്നുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ. ക്വാർട്ടറിൽ ഇ പി ജയരാജൻ, സെമിയിൽ അൻവർ, ഫൈനൽ വരാൻ പോവാണ്. അത് സംസ്ഥാന സമ്മേളനമാണ്. ആ സംസ്ഥാന സമ്മേളനത്തിൽ ഫൈനൽ ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. അൻവറുടെ പിന്നിൽ എം.വി. ഗോവിന്ദനാണ്. ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും നടക്കുന്ന ആരോപണങ്ങൾ ഉണ്ടാകുന്ന ആരോപണങ്ങൾ ആവർത്തിച്ച് പറയുന്നത് ഒരു പേടിയും ഉള്ളത് കൊണ്ടല്ല, ഒരു പേടിയും ഉള്ളത് കൊണ്ടല്ല എന്നുകൂടി ഈ ചർച്ചയിൽ തന്നെ എത്രയോ തവണ ആവർത്തിച്ച ഒരു കാര്യമാണ്. പറയുന്നില്ല, ചോദിക്കുന്നില്ല എന്നങ്ങ് പറഞ്ഞത്. ഇനി 3 മിനിറ്റാണ് പോയേ പറ്റുള്ളൂ. അദ്ദേഹമാണ് ഈ ചർച്ചയിൽ ഏറ്റവും കുറവ് സംസാരിച്ചത്. അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ആ സമയം കൊടുക്കേണ്ടത് ജനാധിപത്യ മര്യാദയുമാണ്. ശ്രീ ഷാഫി ചാലിയം, പക്ഷേ എം.ആർ. അജിത് കുമാറിനെതിരെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ അൻവർ ഉന്നയിക്കുന്ന ക്രിമിനൽ ലോബിക്കെതിരെയോ സംസാരിക്കാൻ, ഈ പറയുന്ന ആളുകളെ പുറത്തു നിർത്താനുള്ള സമ്മർദ്ദം ചെലുത്താൻ സർക്കാരിനെ നിർബന്ധിതമാക്കാൻ പ്രതിപക്ഷത്തിനും കഴിയുന്നില്ല. പേരിന് കുറെ സമരമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും പേടിയുണ്ടോ? അല്ല, മാധുവിൻ്റെ ചോദ്യം അവിടെ നിൽക്കട്ടെ. അതിനൊന്നും മറുപടി പറയാനെങ്കിൽ ലാസ്റ്റ് സമയത്ത് എനിക്ക് സമയമില്ല. എനിക്ക് ഗോപാലകൃഷ്ണൻ അഡ്മിറ്റ് ചെയ്ത ഒരു കാര്യമുണ്ട് ഇവിടെ. അൻവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. ഇപ്പം ഗോപാലകൃഷ്ണൻ അഡ്മിറ്റ് ചെയ്തു. അൻവർ പറഞ്ഞ സത്യങ്ങൾ, ആ സത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട 1-2 ഞാൻ എടുക്കുകയാണ്. അത് ഒന്ന്, തൃശ്ശൂരിൽ പൂരം കലക്കി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ അവിടെ ശ്രമം നടന്നു. അത് സത്യമാണെന്ന് ഗോപാലകൃഷ്ണനോട് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താണ്? മറുനാടൻ ഷാജൻ മറുപടി പറയാം. പോലീസ് സേനയുടെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മുണ്ടിയിട്ടില്ല. ഈ അവസാന ലാപ്പിൽ ബഹളത്തിന് വരരുത്. അതൊക്കെ ശരി. ഞാൻ പറഞ്ഞ ഇവിടെ നിങ്ങൾ പറഞ്ഞതാണ്, അൻവർ പറഞ്ഞത് മുഴുവൻ സത്യമാണ് എന്നവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കണം. പറഞ്ഞോളൂ. അല്ലല്ല, നിർത്ത്. ശരിയാണെന്ന് അങ്ങനെ എന്താണ് അത്? ശരിയല്ലോ. പിന്നെ ഞാൻ പറയട്ടെ ആരോപണം. ഷാജൻ സ്കറിയ പോലീസ് സേനയുടെ വയർലെസ് സന്ദേശം ചോർത്തി. അത് രാജ്യദ്രോഹമാണ്. പക്ഷേ രാജേഷ് സ്കറിയന്റെ അടുത്ത് നിന്ന് 3 കോടി രൂപ വാങ്ങി അജിത് കുമാർ അത് ഒതുക്കി എന്ന് പറഞ്ഞു. അപ്പം ഈ ഷാജൻ പിന്നെ അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ BJP-കാരൻ സത്യമാണെന്ന് പൂർണ്ണമായും ഇവിടെ പറഞ്ഞ അവസ്ഥയിൽ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഉയർത്തിയ ദത്തേത്രയാവോ ഹസങ്കി, അദ്ദേഹത്തിന് കാണാൻ പറ്റൂലേ? കാണല്ലോ. കുട്ടികളെ കല്യാണം വിളിക്കാനാണ് പോയതെങ്കിൽ അജിത് കുമാറിന് എന്തിനാണ് വേറെ കാറ് മാറിക്കയറേണ്ട ആവശ്യം? ആ ഔദ്യോഗികക്കാർ പോയ പോരെ, നേരെ വഴി പോയ പോലെ. എന്തിനെങ്ങനെ പോയത്? ഡീലാണ് നിങ്ങൾ തമ്മിലുള്ള. പിന്നെ ഈ പിണറായി വിജയന്റെ ഡീല് കേരളത്തിലെ തല്ലിപ്പൊളി BJP ആളുകളെ അത് വിട്ടോളാ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പോയത്. അങ്ങേക്ക് പൂർണ്ണമായ സമയം കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. പിന്നെ പ്രതിപക്ഷത്തിന് പേടിയാണോ എന്ന ചോദ്യത്തിന് എനിക്ക് അവസാന നിമിഷം പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഉത്തരമില്ലാത്തത് കൊണ്ട് പറയാതിരിക്കുകയാണ് എന്ന് മാത്രമേ എടുക്കാൻ കഴിയുകയുള്ളൂ. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.